യൂട്യൂബിലെ ഈ ഒരു വീഡിയോ കണ്ട് നവാസ് എന്ന ക്ലയൻറ്റ് തൃശ്ശൂരിൽ നിന്ന് എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഈ ഒരു സെയിം പ്ലാൻ വിത്ത് 3D നമ്മളുടെ പ്ലോട്ടിൽ 5 സെൻറ്റ് പ്ലോട്ടിൽ അവരുടെ വരയാൻ വേണ്ടിയിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നത്. പറയുകയാണെങ്കിൽ നമ്മൾ ഈ കോൺസെപ്റ്റ് തന്നെ നമ്മൾ തുടരാൻ താല്പര്യം കാരണം നമ്മൾ ചെറിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി സൂട്ടാകും തോന്നുന്നുണ്ട് നമുക്ക് അവിടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വിടാതെ 3 ബെഡ്റൂം, അതായത് താഴെ ഒരു റൂമും മേലെ 2 റൂമും, ഇതങ്ങനെയാണ് നമുക്ക്. അതേപോലെ തന്നെ താഴെ റൂമും മേലെ 2 റൂമും തന്നെ മതി. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ആ ഒരു ഫിഷ് പോട്ടൊക്കെ പോയിട്ട് അവിടെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു റൂം അവിടെ നിന്ന് അപ്ലൈ ചെയ്യാൻ താഴെ സ്പേസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അങ്ങനെ അതുള്ളതാണ്. പക്ഷേ നമ്മൾ ഈ കോൺസെപ്റ്റ് പോകാൻ പാടില്ല. ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സ്റ്റൈലിലാണ്. അതായത് 2 മീറ്റർ 10 സെൻറ്റിമീറ്ററാണ് സാധാരണ ലിൻഡൽ ഹൈറ്റ് കൊടുക്കാറ്. ഈ ഒരു വീട്ടിൽ കൊടുത്തിരിക്കുന്നത് 240 ഹൈറ്റാണ്. അതുപോലെ തന്നെ ഫ്ലോർ ഹൈറ്റ് 11 അടി 11 ഫീറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ലിവിങ് ഏരിയ വ്യൂവിലൊക്കെ അത്യാവശ്യം ഹൈറ്റിൽ ഈ ഒരു വീട് കാണുന്നത്. അതുപോലെ തന്നെ മെയിൻ ഡോർ തുറന്ന് ലെഫ്റ്റിലാണ് ഇതിൽ ലിവിങ് ഏരിയ വരുന്നത്. റൈറ്റ് സൈഡിൽ ഡൈനിങ് വിത്ത് സ്റ്റെയർ വിത്ത് കിച്ചണുമാണ് വരുന്നത്. നമ്മളുടെ പ്ലോട്ടിൻ്റെ സ്കെച്ച് പ്രകാരം ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് കിച്ചൺ വരാൻ പറ്റുള്ളൂ, ഫ്രണ്ടിലോ ബാക്കിലോ ആയിട്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പ്ലാനിൻ്റെ നേരെ മിറർ വേർഷനാണ് നമ്മളുടെ പ്ലാൻ വരുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ബാക്കിൽ കിച്ചൺ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് തിരിയുമ്പോൾ നമുക്ക് ലിവിങ് ഏരിയ എല്ലാം വരും. ഈ ഒരു വീഡിയോയിൽ കാണുന്നതിൻ്റെ നേരെ മിറർ വേർഷനാണ് നമ്മളെ പ്ലോട്ടിന് യോജിച്ചത്. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി ലിവിങ് സ്പേസിൽ റൈറ്റ് സൈഡിൽ വരുന്നു. ലിവിങ് ഏരിയയിൽ തന്നെ ഒരു പാഷ്യുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കാണുന്ന ആ ഒരു ഡൈനിങ് സ്പേസ് ലെഫ്റ്റ് സൈഡിലാണ് നമ്മളിവിടെ വരുന്നത്, സ്റ്റെയറിൻ്റെ ബാക്കിലായിട്ട്. അതുപോലെ തന്നെ ഒരു ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ഒരു യൂണിറ്റും അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ടൊരു ക്രോക്കറി ഷെൽഫും. കിച്ചൻ്റെ സൈസ് ഇതിനേക്കാളും കുറച്ചുകൂടി വലുതാണ് നമ്മളുടെ പ്ലാനിൽ കാണുന്നത്. എൽ ഷേപ്പിലായി കിച്ചൺ കബോർഡും അതുപോലെ തന്നെ 2 വിൻഡോസും നൽകിയിരിക്കുന്നു 2 സൈഡിലായിട്ട്. ഡൈനിങ് ഏരിയ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഹൈറ്റ് ഒന്ന് കുറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെയർ സ്പേസും എൽ ഷേപ്പിൽ വന്നിരിക്കുന്നു. ഈ സെയിം നമ്മളെ പ്ലാനിൽ കാണുന്ന പോലെ മിറർ വേർഷൻ. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ 2 റൂം വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു അപ്പർ ലിവിങ് സ്പേസും ഫ്രണ്ടിലായിട്ട്. ഈ ഒരു പ്ലാൻ വരാൻ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ ഹൈ റേറ്റ് പറഞ്ഞുകൊണ്ടാണ് നമ്മളടുത്ത് വന്ന് ഈ ഒരു പ്ലാന് ഈ ഒരു വീഡിയോ നോക്കി സെയിം ആയിട്ട് വരാൻ വേണ്ടി കൺസിഡർ ചെയ്ത്. ഇതുപോലത്തെ പ്ലാനോ 3Dയോ ഇൻറ്റീരിയറോ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ പ്ലാൻ നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ വിത്ത് എലിവേഷൻ വിത്ത് ഇൻറ്റീരിയർ ഡിസൈന് ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ പ്ലാൻ വിത്ത് 3D അയച്ചു തരുന്നതാണ്.